ദിലീപ്, മഞ്ജു വാര്യർ എന്നിവരെക്കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയ മുഴുവനും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായ ശേഷമാണ് ഈ സാഹചര്യം. ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട്. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തുന്നവർ എടുത്തു പറയുന്ന കാര്യം മകൾ മീനാക്ഷി അമ്മയ്ക്കൊപ്പം പോകാതെ അച്ഛനൊപ്പം നിന്നതാണ്. മാതാപിതാക്കൾ വേർപിരിയുന്ന ഘട്ടത്തിൽ അച്ഛനൊപ്പം തുടരുകയെന്നത് മീനാക്ഷിയുടെ തീരുമാനമായിരുന്നു. ഈ തീരുമാനം മഞ്ജു അംഗീകരിക്കുകയും ചെയ്തു. മഞ്ജു എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവൈക്യം പങ്കുവച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ഒരു ഫോൺ സംഭാഷണത്തിന് താൻ സാക്ഷിയാണെന്ന് അദ്ദേഹം പറയുന്നു. സ്ത്രീകൾക്ക് എല്ലാ കാലത്തും എല്ലാ അർത്ഥത്തിലും മാതൃകയാക്കാവുന്ന ഒരാൾ. വിവാഹ ജീവിതം അവസാനിപ്പിച്ചു മടങ്ങുമ്പോൾ തൻ്റേതല്ലാത്ത ഒന്നും എടുക്കാതെ അരക്ഷിതത്വത്തിലേക്ക് തലയുയർത്തി പിടിച്ചിറങ്ങിയവൾ. സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം അവരുടെ ഒരു ഫോൺ കോളിന്റെ ഇങ്ങേ തലയ്ക്കലെ സംഭാഷണത്തിന് ഞാൻ സാക്ഷിയാണെന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഞാൻ പോണു, ഇനിയും തുടരാനാകില്ല എന്നതുകൊണ്ട് എൻ്റേതായ ചിലത് അവിടെ മറന്നുവെച്ചു. അയാളുടേതായ ഒന്നും എടുത്തിട്ടുമില്ല. ഏറ്റവും വലിയ ഹൃദയവേദനയോടെ താൽക്കാലികമായെങ്കിലും മകളെ അവിടെ ഉപേക്ഷിച്ചു. കാരണം അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ വിട്ടുപോരാൻ ഞാൻ എങ്ങനെ പറയും? പെട്ടെന്നുള്ള മാറ്റം അവളെ മുറിപ്പെടുത്തും. അതിനുമപ്പുറം അവൾ വെറുതെ ഇരിക്കില്ല. തൻ്റെ പക്ഷം ന്യായീകരിക്കാൻ മകൾക്കായി കേസ് കൊടുത്തേക്കാം. അതിനായി എത്ര പണവും ചെലവഴിക്കാം. അവളെ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകാം. അതിനുള്ള സർവ്വസന്നാഹങ്ങളും അയാൾക്കുണ്ട്. കളിയും ചിരിയും പഠനവുമായി പോകേണ്ട ഈ പ്രായത്തിൽ കോടതികൾ കയറിയിറങ്ങാനും അമ്മയെക്കുറിച്ച് കെട്ടിച്ചമയ്ക്കാനിടയുള്ള വക്കീൽ കഥകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹൃദയം തകർന്ന് നിൽക്കാനുള്ള സാഹചര്യം എൻ്റെ മകൾക്കുണ്ടാകരുത്. കുറച്ചു സമയത്തേക്കെങ്കിൽ പോലും ഒരു തട്ടിക്കൊണ്ടുപോകൽ അവളുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി ഉണ്ടാകുന്ന മാനസിക തകർച്ച ചെറുതായിരിക്കില്ല. എന്നോടുള്ള വാശിക്കാണെങ്കിലും മകളെ അയാൾ നന്നായി നോക്കും. ചെറിയ കുട്ടിയല്ലേ. നിലവിലെ സാഹചര്യങ്ങളിൽ അവളുടെ സങ്കടം പെട്ടെന്ന് മാറും. അവൾ എക്കാലത്തും സന്തോഷമായിരിക്കട്ടെ. നോക്കൂ, എത്ര സുപ്രധാനമായൊരു തീരുമാനമാണിത്. വലിയ വേദനയോടെ അവരത് ചെയ്തു. തകർന്നിരുന്നില്ല, ആകാശം മുട്ടെ വളർന്നു. അപ്പോഴും നിലപാടുകളിൽ നിന്ന് ഒരു തരിമ്പും പിറകോട്ട് പോയില്ല. എല്ലാ സ്ത്രീകളും ഒന്ന് തിരിച്ചറിയുക: ഓരോ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ അവരവരുടേത് മാത്രമാണ്. അതിനൊപ്പം സഞ്ചരിക്കുക, അത് സാധ്യമാക്കുക. മറ്റൊരാൾക്ക് വേണ്ടി അതുപേക്ഷിക്കരുത്. അഥവാ അതൊരിക്കൽ ചെയ്യേണ്ടി വന്നാൽ ഒരബദ്ധമായി എന്ന് തിരിച്ചറിഞ്ഞാൽ തിരികെ മടങ്ങുക. സ്വന്തം ജീവിതത്തിലേക്കും സ്വപ്നങ്ങളിലേക്കും പോകുക. 1998 ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരായത്. വിവാഹശേഷം മഞ്ജു അഭിനയരംഗം വിട്ടു. ദിലീപ് താരമായി വളർന്നു. 2015 ഇരുവരും